ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് സദ്യയുടെ സ്പെഷ്യൽ മസാലക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനു വേണ്ടി ഞാൻ 2 ഉരുളൻകിഴങ്ങും 2 ക്യാരറ്റും ചെറുതാക്കി കട്ട് ചെയ്ത് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 സവാളയും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള നല്ല രീതിയിൽ വഴണ്ടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൗഡർ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ ആ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ മസാല ഒക്കെ നല്ല രീതിയിൽ തന്നെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 തക്കാളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് വെന്ത് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരക പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേവിച്ച ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 കപ്പ് ഗ്രീൻ പീസും കൂടി വേവിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെജിറ്റബിൾസ് ഞാൻ ഉപ്പിട്ടിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇതിലേക്ക് വേറെ ഉപ്പൊന്നും ചേർക്കാത്തത്. ഇനി ഈ മസാലയൊക്കെ വെജിറ്റബിളിൽ നന്നായിട്ട് പിടിച്ച് വരുന്ന വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി വെജിറ്റബിൾസ് ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ മസാല പിടിക്കുന്ന ആ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ചെറിയുള്ളിയും വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ചൂടായ പാനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ തേങ്ങ ഒക്കെ നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.